തിരുവോണത്തെ വരവേൽക്കാൻ ആവേശത്തോടെ ഒരുങ്ങി ലോകമെങ്ങുമുള്ള മലയാളികൾ. ഉത്രാട ദിനമായ ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങൾക്കായുള്ള ഓട്ടത്തിലായിരുന്നു. ഓണവിപണി സജീവമായതോടെ നഗരങ്ങളും ഗ്രാമങ്ങളും ഒരുപോലെ ജനനിബിഡമായി. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധയിടങ്ങളിലെ ഓണം വാരാഘോഷ പരിപാടികളും പുരോഗമിക്കുകയാണ്. അതേസമയം ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഓണാശംസകൾ നേർന്നു. ഈ ഓണക്കാലത്ത് തിരുവനന്തപുരം നഗരവും വലിയ ആഘോഷത്തിലാണ്. സർക്കാരിൻ്റെ ഓണം വാരാഘോഷ പരിപാടികൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. ഏകദേശം 2000 കലാകാരന്മാരാണ് 34 വേദികളിലായി അണിനിരക്കുക. ആ പരിപാടി കാണുന്നതിനും പങ്കെടുക്കുന്നതിനും ആസ്വദിക്കുന്നതിനും കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പവും നിരവധി ആളുകളാണ് ഓരോ നിമിഷവും ഈ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ വേദികളിലായി എത്തുന്നത്. ഓണവിപണി സജീവമായതോടെ ഇന്ന് ഉത്രാട ദിനത്തിൽ തലസ്ഥാനത്തും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷ വേദികളിലും കുടുംബവും കൂട്ടുകാരുമൊത്ത് ഓണം ഗംഭീരമാക്കാൻ ജനസാഗരമാണ് ഒഴുകിയെത്തിയത്. സംസ്ഥാനത്തൊട്ടാകെ 8000-ലധികം കലാകാരന്മാർ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമാകും. നിരവധി പരിപാടികളാണ്. ഇന്ന് നോക്കൂ, ഉത്രാട തലേന്നായിട്ടും ഈ തിരക്ക് കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇന്ന് ഉത്രാട പാച്ചിലാണ്. എന്നിട്ട് പോലും അതുകൊണ്ട് അതുകൂടാതെ നാളെ തിരുവോണമൊക്കെ ആകുമ്പോൾ ഓണം ഉണ്ട് കഴിയുമ്പോൾ ഇവിടെ പൂഴി നുള്ളിയിടാനുള്ള സ്ഥലം ഉണ്ടാവില്ല. കൊല്ലത്തും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ തിരുവോണമൊരുക്കാൻ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലായിരുന്നു മലയാളികൾ. നഗരത്തിൽ ചിന്നക്കടയിലും ചാമക്കടയിലും വൈകുന്നേരമായതോടെ വലിയ തിരക്കായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായ ആറന്മുള ക്ഷേത്രത്തിൽ ഉത്രാട ദിവസവും വള്ളസദ്യയിൽ പങ്കെടുക്കാനും മറ്റുമായി നിരവധി ആളുകൾ എത്തിച്ചേർന്നു. മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണാഘോഷങ്ങൾ നടക്കുന്നത് തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലാണ്. ഇന്ന് അവിടെ തിരുമുൽ കാഴ്ച സമർപ്പണമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഉത്രാട സദ്യയും നടന്നു. ഗുരുവായൂരിൽ കാഴ്ചക്കുല സമർപ്പണമായിരുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മാത്രമല്ല, ഉത്രാട പാച്ചിലിനോടനുബന്ധിച്ച് എറണാകുളം കൊച്ചി ബ്രോഡ്വേയിൽ മറ്റിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൊച്ചി തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉത്രാടദിന ചടങ്ങുകളിലും സദ്യയിലും പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയത്. തൃക്കാക്കരയപ്പന് തിരുമുൽ കാഴ്ച സമർപ്പിച്ചതോടെയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത്. ആലപ്പുഴ നഗരത്തിലും വലിയ ഉത്രാടത്തിരക്ക് അനുഭവപ്പെട്ടു. ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് മുൻ വർഷങ്ങളെക്കാൾ ഇത്തവണ തിരക്ക് വർദ്ധിപ്പിച്ചു. വടക്കൻ കേരളത്തിലും ഓണത്തിന്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ശക്തമായ മഴ ഓണത്തെ ചെറിയ രീതിയിൽ ബാധിച്ചുവെങ്കിലും മഴ കുറഞ്ഞതോടെ ഓണവിപണി വീണ്ടും സജീവമായി. ആഘോഷങ്ങൾ ഏതു തന്നെയായാലും കോഴിക്കോട്ടുകാർക്ക് അതൊരു ഉത്സവം തന്നെയാണ്. വസ്ത്രങ്ങൾ വാങ്ങുവാനായി മിഠായി തെരുവിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നതെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും പൂക്കളും വാങ്ങുവാനായി ആളുകൾ പാളയം മാർക്കറ്റിലേക്കാണ് പ്രധാനമായും എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആതിരയ്ക്കും കൊച്ചിയിൽ നിന്ന് അശ്വതിക്കുമൊപ്പം അനഘ റീച്ച ഭരതൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.